വെൽക്കം ടു ഫുഡ് അഡിക്ട്സ് ബൈ നീതു. അപ്പൊ വീണ്ടും കുറച്ച് ദിവസമായില്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. കാരണം എന്താണെന്നറിയോ, ഓണത്തിന്റെ ഒരു സാധനവും തീർന്നില്ല. അത് വെച്ച് ഓടിച്ചോണ്ടിരിക്കുമായിരുന്നു. അതിനോട് ചെറിയൊരു ഉപ്പേരി മാത്രമേ ഉണ്ടാക്കുള്ളൂ, ബാക്കി എല്ലാം ഓണത്തിന്റെ ആയിരുന്നു. അമ്മ എടുത്തെറിയാൻ പോവാ. പുളിയിഞ്ചി നല്ലതാണ്, സൂപ്പറാണ് പുളിയിഞ്ചി. മാങ്ങക്കറി മാറ്റണ്ട. അപ്പൊ ഇന്ന് നമ്മള് വീണ്ടും ഓണത്തിന്റെ ആ ഹാങ് ഓവർ ഒക്കെ മാറ്റാനായിട്ട് കുറച്ച് നോൺ വെജ് ഒക്കെ ആയിട്ടാ വന്നേക്കണേ. അപ്പൊ നമുക്ക് പെട്ടെന്ന് വിളമ്പിയാലോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ 50% തവിടുള്ള കുത്തരിച്ചോറ്, നമുക്ക് ഈ തേരിച്ചോറ് എടുക്കാം. ഇനി ഇതിലേക്ക് ഇത് എന്താണെന്നറിയോ, മാന്തൾ വറുത്തത്, നങ്ക് വറുത്തത് എന്നൊക്കെ പറയും. പാലക്കാട്ടേക്ക് ഒരു സ്പെഷ്യൽ വിഭവമാണ് കേട്ടോ ഇത്. പാലക്കാട്ടുകാരുടെ മാത്രമല്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ മാന്തൾ ഞാനിങ്ങനെ സ്ലോ ആക്കി സിമ്മാക്കി ഇട്ടിട്ടിട്ടിട്ടിട്ട് ഇങ്ങനെ മൊരിച്ചെടുക്കണം, കരിഞ്ഞു പോവാതെ. അപ്പം അതുണ്ട്. പിന്നെ അമ്മ പറഞ്ഞ സാധനം ഓണത്തിൻ്റെ ബാക്കി എന്ന് പറഞ്ഞു. പക്ഷേ ഈ നാരങ്ങാച്ചാറുണ്ടെങ്കിൽ തന്നെ ഉണ്ടല്ലോ, അതെനിക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ വായിന്ന് വെള്ളം വരും. കിഡിലും നാരങ്ങാച്ചാറും കിഡിലും പുളിയിഞ്ചിയും, ഇതിൽ ഓൾറെഡി ഒരു സ്പൂൺ ഉണ്ടായിരുന്നു. കിഡിലും പുളിയിഞ്ചിയുമാണ്. അപ്പം അത് രണ്ടും ഞാൻ വിളമ്പി വെച്ചു. ഇത് മാങ്ങാച്ചാറാണ്. എനിക്ക് തോന്നുന്നു ഇത് രതീഷേൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സദ്യ പുറത്തുനിന്ന് വാങ്ങുക ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ മാങ്ങാച്ചാറാണ്, രുചിപ്പത്തായത്തിൻ്റെ. ഇത് ഞാൻ കൂട്ടിയോളില്ല കേട്ടോ, എനിക്ക് എൻ്റെ അമ്മയുടെ അച്ചാറാണ് ഇഷ്ടം. ഹരിച്ചേട്ടൻ പറഞ്ഞാൽ മിക്കവാറും എന്നെ ഓടിക്കും. അല്ല, ബാക്കി കൊള്ളില്ലാന്നല്ല, ഞാൻ കൂട്ടി നോക്കിയില്ല, കാരണം അമ്മയുടെ അച്ചാർ അത്ര അടിപൊളിയാണ്. ഇനി ഇതാ അടിപൊളി നല്ല അച്ചിങ്ങ മെഴുക്കുരട്ടിയുണ്ട്. ഞാനില്ലേ അച്ചാർ അമ്മയുടെ സൂപ്പറാന്ന് പറഞ്ഞിട്ട് അമ്മയുടെ മുഖം തെളിഞ്ഞണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ആദ്യം കുറ്റം പറഞ്ഞില്ലേ, കുറേ ദിവസമായിട്ട് ഓണത്തിൻ്റെ കറികളാണ്, അതിൻ്റെ ദേഷ്യം. അപ്പോൾ ദേ കുറച്ച് സാമ്പാറിന് ഞാൻ കുറച്ചെടുക്കുള്ളൂ. എനിക്ക് സാമ്പാർ വിത്ത് ലഗേജ് ഇഷ്ടമാണെങ്കിലും ഇന്ന് ഞാൻ വളരെ കുറച്ചെടുക്കണുള്ളൂ. എന്താ കാരണം എന്നറിയോ, വേറൊരു സാധനമുണ്ട്. ഇതല്ല സാധനം, ഇത് കുറച്ച് കടലയാണ്. നമുക്ക് പ്രോട്ടീനിന് വേണ്ടി ഒരു സൈഡിൽ വെച്ച് കൊടുക്കാം. ഇത്തിരി മതി. കറി കൂടിക്കഴിഞ്ഞാൽ പിന്നെ ചോറെടുക്കാൻ ആ ടെൻഡൻസി വരും. ഇനി നമ്മുടെ ലൈഫ് സേവർ, ഇപ്പോൾ കുറേ പേരും മിൽക്കി മിസ്സിനെ ലൈഫ് സേവർ എന്നാണ് വിളിക്കണമെന്ന് ഞാൻ അറിഞ്ഞു. എൻ്റെ ലൈഫ് സേവർ ഈ ഉണക്കമീനും കട്ടത്തൈരും കൂട്ടിക്കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ആരും അനുകരിക്കേണ്ട, മീനും മോരും കൊള്ളില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ എനിക്കിഷ്ടമാണ്, ഞാൻ കഴിക്കും. അപ്പം നമുക്ക് ഈ ചോറൊന്നും ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. ഇവിടെ സ്പേസിൽ കേട്ടോ, നമുക്ക് ഇച്ചിരി സ്പേസ് ഉണ്ടാക്കി കൊടുക്കാം. ഇവിടെ ഇതെന്താണെന്നറിയോ, ഇത് രതീഷേട്ടൻ്റെ അമ്മ ഉണ്ടാക്കി കൊടുത്ത് വിട്ട ചിക്കൻ കറി. കറി കണ്ടാൽ അറിയാം നല്ല ഭംഗിയൊക്കെ ഉണ്ടെന്ന്. കുറേ നാളായിട്ടോ അമ്മ ചിക്കൻ കറി വെച്ചിട്ട്. ആഹാ, ആ ഗ്രേവിയാണ് എനിക്ക് ആവശ്യം. അവിടുത്തെ അമ്മയില്ലേ ഇങ്ങനെ എല്ലാം അരച്ച് പൊടിച്ച് കറി ഉണ്ടാക്കും. എൻ്റെ അമ്മ പറയും നല്ല മണമല്ലോ. അപ്പോൾ ദേ എല്ലാം വിളമ്പിട്ട് പാത്രം നോക്കി. അയ്യോ, കുക്കുമ്പോൾ എടുത്തില്ല. ഒരു 2-3 പീസ് കുക്കുമ്പോൾ എടുക്കട്ടെ. എവിടെ വയ്ക്കുക, ഇവിടെ വയ്ക്കാം. യെസ്, പപ്പടമല്ലേ അമ്മേ, കാച്ചില്ല മടിച്ചി. എൻ്റെ പ്ലേറ്റ് ഒന്ന് നോക്കി, എന്ത് കളർഫുള്ളാണ്. ഫുൾ റെഡ്, ഗ്രീൻ, എല്ലാ കളറും ഉണ്ട് കേട്ടോ. ഇനി പെട്ടെന്ന് കഴിക്കാം. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇതെല്ലാം കൂടെ ഇങ്ങനെ സെറ്റ് ചെയ്താൽ കേട്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്. കണ്ടപ്പോൾ തന്നെ എൻ്റെ പകുതി വിശപ്പ് മാറി. പക്ഷെ അതും പറഞ്ഞാൽ ഉണയിക്കാതിരിക്കൊന്നുമില്ല. നമുക്കിതൊക്കെ ഒരു സൈഡിലേക്ക് ഒന്ന് നീക്കി കൊടുക്കാം. ഞാൻ ചോറടക്കം വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പ്ലേറ്റ് മാത്രം വയ്ക്കാം. ഫസ്റ്റ് നമുക്കൊരു കുമ്പളം സ്റ്റാർട്ടാക്കും. ഞാൻ ആദ്യം ഈ ചിക്കൻ കറിയാണ് ഇവിടെ ട്രൈ ചെയ്യാൻ പോണത്. കാരണം എന്താണെന്നറിയോ, ഓണത്തിൻ്റെ ഈ സദ്യ കഴിച്ച് എനിക്ക് ചിക്കനും മീനൊക്കെ കൂട്ടി ഉണയിക്കാനാണ് തോന്നണേ. ഒന്നും പറയാനില്ല, അത്ര ടേസ്റ്റാണ്, അടിപൊളിയാണ്. ഇത്തിരി തൈരോടെ കൂട്ടാം. ഇനി എന്താണെന്നറിയോ, എനിക്കിത് കഴിക്കുമ്പോഴേക്കും വെപ്രാളാവണം ഉണക്കമീൻ കൂട്ടി കഴിക്കാൻ. ഇനി ചോറിന് പക്ഷെ ഇത്തിരി വേവ് കുറവുണ്ട്. നമ്മുടെ ഉണക്കമീനും എനിക്കൊരു ഇത്തിരി വെന്ത ചോറാട്ടോ ഇഷ്ടം. അപ്പോൾ ഒന്നുകൂടി കറിയുടെ കൂടെ ശരിക്കും അതങ്ങ് സെറ്റാവും. അപ്പോൾ ഉണക്കമീനും തൈരും കൂട്ടിയിട്ട് കഴിക്കാം. ഇത് കുറച്ചും കൂടെ ചോറ് എടുക്കേണ്ടി വരും. ഇനി പുളിയിഞ്ചിയും ചോറുണ്ടല്ലോ, അത് അതിനും ടേസ്റ്റാണ്. വെറുതെ അല്ലേ മണ്ണം കുറയാത്ത. കഴിക്കട്ടെ.
ആഹാ, ഞാൻ ഓർക്കുക അമ്മയുടെ പുളിയിഞ്ചി പാക്ക് ചെയ്ത് വിറ്റാലൊന്നും അത്ര ടേസ്റ്റാണ്. അപ്പം എല്ലാവർക്കും സ്വാദം അറിയാൻ പറ്റുമല്ലോ. പക്ഷെ അമ്മയ്ക്ക് ഇന്നുണ്ടാക്കിയ നാളെ ശരിക്കും ഇതുപോലെ തന്നെ ഉണ്ടാക്കാറിയെന്ന് എനിക്കറിയില്ല, അല്ലേ അമ്മേ? മിക്കവാറും എന്നെ ഇറക്കി വിടും. കിട്ടുന്ന പുളിയിഞ്ചി കിട്ടുമെന്ന് ഇറങ്ങിയ. അപ്പം ഞാൻ വേഗം കഴിച്ചെടുക്കട്ടെ. മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നീട് കാണാം. ബൈ.